നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മകളുടെ ജീവിതം വെന്ത് വെണ്ണീറായതിന് ശാരദാമ്മ സ്വയം വിധിച്ച ശിക്ഷയായിരിക്കാം ഈ വനവാസമേ. അല്ലെങ്കിൽ മനഃശാന്തി തേടിയുള്ള ഒരു തീർത്ഥാടനം. കുടുംബശ്രീ ഹോട്ടൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. പോകുന്നതിന് മുമ്പ് ശാരദാമ്മ ശാന്തി ഏൽപ്പിച്ചായിരുന്നു. അതിനപ്പുറത്തെ ഒരു പ്രേതഭവനം പോലെ പൂട്ടിക്കിടക്കുക ശാരദാമ്മയുടെ വീട്. ആഴ്ചയിൽ ഒരിക്കലും മറ്റോ ശാന്ത വീട് തൂത്തു തുടച്ചാൻ വേണ്ടി തുറക്കും, അത്ര തന്നെ. അങ്ങ് തമിഴ്നാട് അതിർത്തിയിലുള്ള ഒരു കുഗ്രാമത്തിൽ ശാരദാമ്മ ഹോട്ടൽ നടത്തി ജീവിക്കുന്നത് പറയുന്നവരുണ്ട്. പക്ഷേ അവർക്കൊന്നിലൊന്നും ഉറപ്പൊന്നുമില്ല. പറഞ്ഞു കേട്ടത് വെച്ച് ഒരിക്കൽ ശങ്കർ തിരക്കി പോവുകയും ചെയ്തു. പക്ഷേ ശങ്കറിനെ കണ്ട ഭാവം പോലും നടിച്ചില്ല അവിടെയുള്ള സ്ത്രീ. വേഷവും രൂപവും ഭാവവും ഭാഷയും എല്ലാം വ്യത്യാസം. ശാരദാമ്മയുടെ ഇരട്ട സഹോദരി ആയിരിക്കും അതെന്നാ ശങ്കർ തിരിയൊന്ന് പറഞ്ഞത്. പിന്നെ മൂത്ത മോള് ശാരിക, അവളെപ്പറ്റി യാതൊരു വിവരവുമില്ല. കണ്ണൂർ പാനൂരോ മറ്റോ ആണ് ഭർത്താവ് രാജുവിന് ജോലിയെ. ശാരിക ഒപ്പം പോയെന്നാ പറയുന്നേ. ഫോൺ നമ്പറൊക്കെ മാറി, ഇങ്ങോട്ട് ആരും വിളിക്കാറില്ലെന്നാ പറയുന്നേ. പിന്നുള്ളത് വിജയലക്ഷ്മിയും കൃഷ്ണൻകുട്ടി, അവർ തക്കരയ്ക്കും പോയി. അവർക്ക് ആരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നുള്ളത് നമ്മുടെ ശ്യാമയാ. അവൾ ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല നീ കരുതുന്നുണ്ടോ? അവളെല്ലാം അറിഞ്ഞിട്ടുണ്ട്. ഒരു നീറ്റിലോടെ എല്ലാം ഉള്ളിലൊതുക്കി പഴയ ജീവിതം ഒരു സ്വപ്നം മാത്രം അവക്ക്. ഒരു രാത്രിയുടെ ആയുസ് മാത്രമുണ്ടായിരുന്ന ഒരു സ്വപ്നം, അതിലെ കഥയോ കഥാപാത്രങ്ങളോ ഇനിയും തന്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും മടങ്ങി വരില്ല എന്ന് ആ പാവം വിശ്വസിക്കുന്നു. തന്റെ ഭർത്താവും കുഞ്ഞുമായിട്ട് നീ ഒരുക്കിയ നിയന്ത്രണ രേഖകൾക്കുള്ളിൽ ഇതാണ് തന്റെ സ്വർഗമെന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ച് ഒതുങ്ങിക്കൂടുക അവള്. ഇപ്പൊ തൃപ്തിയായാലോ നിനക്ക്? തൃപ്തിയല്ലേ? ഭാമേ, ശാരദാമ്മ 19 വർഷം ഒരു തള്ളപ്പക്ഷിയെ പോലെ ചേർത്തണച്ചു പിടിച്ച ഒരു കുടുംബത്തെ അല്ലേ നീ നിന്റെ സുഗ്രീവാജ്ഞകളും കടുംപിടുത്തങ്ങളും കൊണ്ട് തച്ചു തകർത്ത് കളഞ്ഞത് അല്ലേ? ഭാമേ, ഒരുപാട് ശാപങ്ങളുടെയും കണ്ണീരിന്റെയും മേല ഈ വീടിന്റെ അസ്ഥിവാരമെന്ന് ജ്യോത്സ്യന്മാരും സ്വാമിമാരും പലവട്ടം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാ. അതിന്റെയൊക്കെ തകർച്ചകള് നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതുവാ. നീ കണ്ടിട്ടുണ്ടാവും, ഈ കൊടുങ്കാറ്റടിക്കുമ്പോഴും തിരിയിൽ നിന്ന് സ്വതന്ത്രമായിരിക്കാൻ നോക്കും തീയേ. പലതവണ അത് തിരിയിൽ നിന്ന് വിട്ട് ചാഞ്ഞ് അല്പാകുന്ന ശേഷം തിരികെ എത്തി അതൊരു മരണപ്രളത്തോടെ ഒട്ടിപ്പിടിക്കും. തീയെ തിരിക്ക് സ്വതന്ത്രമാക്കാം, കത്തിയുരുവുന്ന നൊമ്പരം ഒഴിവാക്കുകയും ചെയ്യാം. പക്ഷേ തീ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ ഒരിരട്ട. ആ തീയായിരുന്നു ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ശാലിനി. ശാരദാമ്മയുടെ വീടും ഇപ്പൊ ഇരുട്ടില്ല ഭാമേ. പക്ഷേ തീയല്ല, സൂര്യനായി തിരികെ വന്നുദിക്കാനുള്ള ശേഷിയുള്ളവളാ ശാലിനി. അത് സംഭവിക്കുമ്പോ സത്യഭാമയുടെ കൊട്ടാരം കണ്ണീരിലും ശാപത്തിലും കടലെടുത്ത് പോകാതിരിക്കാൻ വേണ്ടി മനസ്സിലെത്തി പ്രാർത്ഥിക്കുന്നീ. അന്നും ആ കുത്തൊഴുക്കിനെ തടഞ്ഞു നിർത്താൻ ശാലിനിക്ക് ശക്തി ഉണ്ടാവൂ. ഈ പണിക്കാർ ഉപേക്ഷിച്ചുപോയ കല്ല് മൂലക്കല്ലാന്ന് കേട്ടിട്ടില്ല നീ? അത് സംഭവിക്കുക തന്നെ ചെയ്യും. സർവ്വരാജകീയ പ്രതാപങ്ങളോടെയും ശാലിനി മടങ്ങിയെത്തും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.